ദൈവത്തിന് സ്തുതി. ഈശ്വരി ആരാധന കർത്താവെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഈശ്വരി നന്ദി, ഈശ്വരി നന്ദി. ഇനി നിങ്ങളോടൊപ്പം അല്പനേരം ചിന്തിക്കാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. യേശു അവളോട് പറഞ്ഞു, നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നുവെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറയുന്നത്. യേശു ഉള്ളം നൊന്ത് ലാസറിൻ്റെ കല്ലറക്കിലെത്തി. ആരാണ് ഈ ലാസർ? യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു ലാസർ. ലാസർ രോഗബാധിതനായി തുടർന്ന് മരിച്ച് അടക്കപ്പെട്ട് യേശു ക്രിസ്തു അവനെ ഉയർപ്പിച്ചു. യേശു ഉള്ളം നൊന്ത് ലാസറിൻ്റെ കല്ലറക്കിലെത്തി. നമുക്കറിയാം, കല്ലറ ഒരു വലിയ ഗുഹയായിരുന്നു. ആ ഗുഹയ്ക്ക് മുന്നിൽ ആ കല്ലറയ്ക്ക് മുമ്പിൽ ഒരു കല്ല് വെക്കപ്പെട്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരോട് യേശു ക്രിസ്തു പറഞ്ഞു, ഈ കല്ല് മാറ്റുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലാസറിൻ്റെ സഹോദരി മാർത്ത കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവെ, പണ്ടേ തന്നെ അഴുകിക്കാണും, എന്നാൽ 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. മാർത്ത പ്രകാരം പറഞ്ഞതിനെ തുടർന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. യേശു ക്രിസ്തു മാർത്തയോട് പറയുന്നു, മാർത്തയെ, നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നുവെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, യേശു ഇതിനു മുമ്പും മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. യായോരസിൻ്റെ മകളെ ഉയർപ്പിച്ചിട്ടുണ്ട്. നൈനിലെ വിധവയുടെ മകനെയും ഉയർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മരിച്ച് അടക്കപ്പെട്ട് മാർത്ത പറഞ്ഞതുപോലെ 4 ദിവസമായി അഴുകി തുടങ്ങിയ ഒരാളിനെ ഉയർപ്പിച്ചിട്ടില്ല. യേശുവിടെ മാർത്തയെ ബലപ്പെടുത്തുകയാണ്. മാർത്തയെ, നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും, നീ ദൈവത്തിൻ്റെ അത്ഭുതം കാണും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് സർവശക്തനാണ്. നമുക്ക് നമ്മുടെ ദൈവത്തെ എത്രത്തോളം അറിയാം? നമ്മുടെ കർത്താവിനെ അറിയുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിശ്വാസവും വർദ്ധിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 32-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞു, ഞാൻ സകല ജഗത്തിൻ്റെയും ദൈവമായ യഹോവയാവുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് സർവശക്തനാണ്. എന്താണ് പ്രിയമുള്ളവരെ ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത്? വിശ്വാസം എന്നാൽ എന്ത്? എബ്രായർ 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ പറ്റി നമുക്കറിയാം. എന്തുകൊണ്ടാണ് അബ്രാഹത്തെ വിശ്വാസികളുടെ എന്ന് പറയുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കർത്താവിൻ്റെ ഉടമ്പടി അബ്രാഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ 75-ാം വയസ്സിലാണ് അബ്രാഹത്തിന് ആ ഉടമ്പടി ലഭിക്കുന്നത്. ഇത് ഇപ്രകാരമായിരുന്നു. കർത്താവ് ഒരു ദിവസം പറഞ്ഞു, അബ്രാഹത്തിനോട് ആകാശത്തിലേക്ക് നോക്കുവേൻ എന്ന് പറഞ്ഞു. അതിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു. നക്ഷത്രങ്ങൾ എണ്ണാൻ കഴിയില്ല, അതുപോലെയായിരിക്കും നിന്റെ സന്താനങ്ങളും എന്ന ഒരു ഉടമ്പടി അബ്രാഹത്തിന് കർത്താവ് നൽകിയിരുന്നു. 25 വർഷങ്ങൾക്ക് ശേഷമാണ് അബ്രാഹത്തിനൊരു മകനുണ്ടാകുന്നത്. അബ്രാഹാം ആ ഉടമ്പടി പൂർണ്ണമായി വിശ്വസിച്ചതുകൊണ്ട് അവനൊരു മകനുണ്ടായി. പിന്നീട് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ വാഗ്ദാനപുത്രനെ ബലിയർപ്പിക്കാൻ അബ്രാഹാം പോയതാണ്. പക്ഷേ അബ്രാഹാം പതറിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അവനറിയാം, കർത്താവിൻ്റെ ഉടമ്പടി പ്രകാരമായിരുന്നു, ആകാശത്തിലേക്ക് നോക്കുവേൻ, അതിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയില്ല, അതുപോലെയായിരിക്കും നിന്റെ സന്താനവും എന്ന് ആ ഉടമ്പടി അവൻ വിശ്വസിച്ചുകൊണ്ട് ഇസ്ഹാക്കിനെ തൻ്റെ വാഗ്ദാനപുത്രനെ ബലിയർപ്പിക്കാൻ പോയി. പിന്നീട് നടന്നത് എന്താണ്? യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് അവൻ്റെ വിശ്വാസം മനസ്സിലാക്കി, അവൻ്റെ വിശ്വാസം കർത്താവ് കണ്ടു. അങ്ങനെ കർത്താവ് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന ശബ്ദമുണ്ടായി. ഇവിടെ അബ്രാഹത്തിൻ്റെ വിശ്വാസം നമുക്ക് ശരിയായി കാണും. പിന്നെ പുതിയ നിയമത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 12 വർഷം രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. ജനക്കൂട്ടത്തിലൂടെ യേശുവിൻ്റെ വസ്ത്രത്തെ ഒന്ന് സ്പർശിച്ചാൽ മതി, അവൾ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. അവൾ തൽക്ഷണം സുഖം പ്രാപിക്കുകയാണ് ഉണ്ടായത്. യേശു തൻ്റെ വസ്ത്രത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് മനസ്സിലാക്കി യേശു ക്രിസ്തു അവളോട് ഇപ്രകാരം പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറഞ്ഞത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് വിശ്വസിച്ചാൽ അവനത് സാധിച്ചു കിട്ടും. പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതുമായ ഏതൊരു കാര്യം ലഭിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ നടക്കേണ്ടത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുക്രിസ്തു നമ്മളോട് ഇന്ന് പറയുന്നത്, നീ വിശ്വസിക്കുകയാണെങ്കിൽ നിൻ്റെ ഏതൊരു ഭൗതിക കാര്യങ്ങളായിക്കോട്ടെ, ആത്മീയ കാര്യങ്ങളായിക്കോട്ടെ, നിനക്കത് ലഭിക്കുമെന്ന് നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്കത് ലഭിക്കുകയാണ്. പിന്നീട് നീ ദൈവത്തിൻ്റെ മഹത്വം, അത്ഭുതങ്ങളൊക്കെ ദർശിക്കും എന്നാണ് ഇന്ന് നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിന്ന് യേശുക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിക്കണം.